ഞാൻ പോയി എടുത്തോണ്ട് വരാം കോച്ച്. സോറി. സൂപ്പർ ത്രോ. എല്ലാവരുടെയും മുന്നിൽ എന്നെ നല്ലൊരു പ്ലെയർ ആക്കിയതിന് നന്ദി. എടാ രാജു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? നമ്മുടെ പിള്ളേർക്ക് കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വാടാ. ഓക്കെ കോച്ച്, ഞാൻ എടുത്തോണ്ട് വരാം. ശരി രാജു, ആ സ്ഥലമെല്ലാം നീ പോയി വേഗം വൃത്തിയാക്കണം, പെട്ടെന്നായിരിക്കണം. അപ്പൊ നൈറ്റ് മാച്ചിന് ഞാൻ എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യണ്ടേ? അതൊക്കെ പിന്നെ നോക്കാം, പോയി ജോലി ചെയ്യടാ. സോറി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ. ഓ എന്ത് പറയാനാ, എന്നെ ആ കോച്ചിന് ഒട്ടും വിശ്വാസമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അത് എന്റെ തലയിലെഴുത്താ. നീ എന്തിനാ സോറി ചോദിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കോച്ച് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ എന്താ, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യായിരുന്നില്ലേ? നീ ഒരു ചെറിയ പെൺകുട്ടിയാണ്, നിനക്ക് ഈ ഗെയിമിനെ കുറിച്ച് എന്തറിയാം? എനിക്ക് ഗെയിമിനെ കുറിച്ച് അറിയുന്ന കൊണ്ടല്ലേ ഞാൻ ടീം ലീഡർ ആയിട്ടുള്ളത്. ഈ ഗെയിമിൽ സൈഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും. സത്യമാണോ പറയുന്നേ? അപ്പൊ ഞാൻ മറ്റുള്ളവരെക്കാളും നന്നായിട്ട് കളിക്കുമെന്നാണോ? പക്ഷെ എനിക്ക് വേഗതയില്ലല്ലോ. വേഗതയൊക്കെ നമ്മളുടെ അടുത്തുള്ളത്. വരൂ, ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം. നിന്നെ കൊണ്ട് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. കളി കണ്ടോണ്ടിരിക്കാണോ അല്ലെങ്കിൽ കളി കളിക്കുകയാണോ? തീർച്ചയായിട്ടും ഞാൻ ജയിക്കും. രാജു, വിളിച്ചായിരുന്നോ കോച്ച്? അതെ, ലക്കിക്ക് നീ ആഹാരം എടുത്തു വെച്ചോ? ഇപ്പൊ കൊടുക്കാം കോച്ച്. ലക്കിയോ? അതാ ഞങ്ങളുടെ ലക്ക്. അത് വന്നേ പിന്നെ ഞങ്ങൾ ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല. അതാണ് ലക്കി. അതിന്റെ പേര് ലക്കി ആണെങ്കിൽ തീർച്ചയായിട്ടും മുയലായിരിക്കും അല്ലേ? മുയല് തന്നെ. നീ എങ്കിലും സമാധാനമായിട്ട് കഴിക്കേ. ഇവിടെ എല്ലാ മുയൽക്കും കൊമ്പ് വാങ്ങിച്ചിട്ടുണ്ടോ? ശരി, നമ്മൾ അന്വേഷിക്കുന്ന മുയൽ ഏതാണെന്ന് നോക്കാം. ഓട്, ഇങ്ങോട്ടോട്, വേഗം ഓട്. എങ്ങനെയെങ്കിലും ഓട്. നിനക്ക് ശക്തിയുണ്ടോ ഇല്ലേ? ഓടിപ്പോയല്ലോ. ഞാൻ മുയലിനെ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചേ? ജൂലി, ലൈബ്രറിക്കുള്ളിൽ മുയൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. സിഗ്നൽ ശരിയില്ല. നീ അങ്കിളിനെ വിളിച്ചോണ്ട് വേഗം വാ, വേഗം വാ. മനസ്സിലായോ? എടാ രാജു, ലക്കി എവിടെ പോയെന്ന് പറയടാ. യഥാർത്ഥത്തിലുള്ള മുയൽ വന്ന ഈ ക്യാരറ്റ് അതിനെ കാണിച്ചു തരും. നീ കണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ വന്നത് കണ്ടോ? പിടിച്ചു. ജാക്കി, ഇങ്ങനെയാണോടാ നീ മുയലിനെയൊക്കെ പിടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പോയാലേ അതിനെ പിടിക്കാൻ കഴിയുള്ളൂ ജാക്കി. വേഗത്തിൽ പോയാലേ അതിനെ പിടിക്കാൻ കഴിയുള്ളൂ. വേഗം പിടിക്ക. പ്ലീസ് മുയലേ, എന്റെ അടുത്തേക്ക് വാ. പിടിക്കും ഞാൻ. മായാവിയോ? ഇതെങ്ങനെ നിർത്തുന്നേ? അതിവേഗ ശക്തി. ഞാൻ കൂടടച്ചായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും ഇതാ ജൂലി ആയിരിക്കും കടത്തിക്കൊണ്ട് പോയത്. ടീമൊക്കെ ആകെ ദേഷ്യത്തിലാണല്ലോ ഇപ്പോ. ഞാൻ ലക്കി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചില്ലെങ്കിൽ ടീമിൽ നിന്നും എന്നെ പുറത്താക്കും. കോച്ച് ഇനി എന്ത് ചെയ്യുവോ ആവോ. ലക്കി, സാർ പറയുന്ന കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വലിയൊരു ടീമിന്റെ മുയലിനെയാണ് കൈവച്ചിരിക്കുന്നത്. അതിനെ ഇങ്ങ് തന്നേക്ക്.